ഹായ് ഹലോ. ഞാനിപ്പോൾ ഈ വീഡിയോ ഇടാൻ ഉള്ള കാരണമെന്ന് പറയുന്നത്, ഞാൻ യൂട്യൂബിൽ ഞാൻ സുജ ആർ മോഹൻ ടീച്ചറമ്മ മോള്, ഞാൻ ടീച്ചറമ്മ മോളെ എന്നാണ് വിളിക്കുന്നത്. ഞാൻ ടീച്ചറമ്മ മോളുടെ വീഡിയോസ് ഇങ്ങനെ കാണുമായിരുന്നു. അപ്പോൾ അങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു വ്ളോഗറുടെ അപ്പം ഞാനതിൽ കണ്ടപ്പോൾ എൻ്റെ മോളുടെ ഫോട്ടോസ്, അത് സുജാർ മോഹൻ്റെ ഫോട്ടോ, പിന്നെ അതുപോലെ സുജിത് ഭക്തൻ, അങ്ങനെ കുറച്ച് പേരുടെ ഫോട്ടോസ് കിടക്കുന്ന കണ്ടപ്പോൾ ഞാൻ വെച്ചാൽ എന്താണിത്, അങ്ങനെ ഞാൻ എടുത്തൊന്ന് നോക്കി. കുറച്ച് അതിങ്ങനെ കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇതെന്തോ ഒരു ബോംബ് പോലെയാണല്ലോ. ഈ പയ്യൻ എന്താണ് പറയുന്നത്? ഇത് വല്ല സത്യവും അറിഞ്ഞിട്ടാണോ പറയുന്നത്? എന്തൊക്കെയോ ആയി തോന്നിയതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ സ്റ്റക്കായിപ്പോയി. ഇതെന്താ ഈ പറയുന്നത്? ഞാൻ ഏകദേശം ഒരു വർഷത്തെ ഏതാണ്ട് 1.5 വർഷം കൊണ്ട് എൻ്റെ ടീച്ചറമ്മയുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് ആരും പറഞ്ഞ് പിന്നെ എൻ്റെ സക്സസ് സ്റ്റോറികൾക്ക് എനിക്ക് ആരും കാശ് തന്നല്ല ഞാൻ എൻ്റെ സക്സസ് സ്റ്റോറി പറയാറുള്ളത്. എനിക്കറിയാം ഞാൻ എന്തായിരുന്നുവെന്നും ഞാൻ എന്താണെന്നും ഞാൻ ഇപ്പോൾ ആരാണെന്നും ഒക്കെ എനിക്കറിയാം. എനിക്ക് നല്ലതുപോലെ മനസ്സിലാവുന്നുണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന്. കാരണം ഞാൻ ആ ക്ലാസ്സിൽ കയറിയതിന് ശേഷം നമ്മൾ എത്രമാത്രം പോസിറ്റീവായെന്നും നമുക്ക് എത്രമാത്രം സക്സസ് ഉണ്ടെന്നും ഒക്കെ ഞാനിത് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാകുമ്പോൾ എനിക്ക് മനസ്സിലാവുമല്ലോ ഈ പറയുന്നതിൽ ഒരു സത്യവുമില്ലെന്ന്. ആ പയ്യൻ പറയുന്നത് എന്തോ ക്യാഷ് കൊടുത്തിട്ട് ആൾക്കാരെ കൊണ്ട് സംസാരിപ്പിക്കുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറേ ക്യാഷ് കിട്ടണ്ടേ? പക്ഷേ എനിക്കിതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ എൻ്റെ അനുഭവങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ക്ലാസ് എന്ന് പറയുന്നതിൽ അതിൽ ഒരു വ്യക്തിയെപ്പോലും കുറ്റം പറയുകയോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഉയർച്ചയിൽ നമ്മൾ അസൂയപ്പെടരുത്, മറ്റൊരാളെ കുറ്റം പറയരുത്, ആരെയും നമ്മൾ ആവശ്യമില്ലാതെ ദ്രോഹിക്കരുത്, അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞു തരുന്നൊരു ക്ലാസ്സാണ്. ആ ക്ലാസ്സിനെക്കുറിച്ച് ഇത്രയും പറയണമെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിൽ എന്തുമാത്രം ദുഷിച്ച ചിന്താഗതി ഉള്ളതായിരിക്കും. കാരണം നമ്മളൊരാളെ കുറ്റം പറയുമ്പോൾ അതിലെത്ര സത്യമുണ്ട്. അത് നമ്മൾ പൊതുജനങ്ങളിലോട്ടല്ലേ നിങ്ങളിതെല്ലാം കൊടുക്കുന്നത്. അപ്പോൾ അതിൽ എത്രമാത്രം സത്യമുണ്ട്, എത്രമാത്രം കള്ളമുണ്ട് എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണ്ടേ മോനെ ഇതൊക്കെ ചെയ്യാൻ. ഞാൻ മാത്രമല്ല, എനിക്ക് വേണ്ടപ്പെട്ട പലരെയും ഞാൻ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ആരും എനിക്ക് പൈസയൊന്നും തന്നില്ല. ഈ ടീച്ചറമ്മ മോളും എനിക്കൊന്നും ഇതുവരെയും തന്നിട്ടില്ല. ഇതൊരു പൈസ കൊടുക്കുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കുറേ പേരെ കൂടെ കയറ്റിയാനായിരുന്നു. പക്ഷെ എനിക്കിതുവരെ ആരും ഒന്നും തന്നിട്ടില്ലടാ പൊന്നു മോനെ. കാരണം ഇതൊരു ജെന്യുവിനായ കാര്യങ്ങൾ മാത്രമാണ്, നല്ല കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അല്ലാതെ മറ്റു കാര്യങ്ങൾ